സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞത്. അള്ളാഹു സർവശക്തനും പ്രതാപിയുമൊക്കെയാണ്. പക്ഷേ അള്ളാഹുവിനെ ഇങ്ങോട്ട് സഹായിച്ചാൽ അള്ളാഹു അങ്ങോട്ടും സഹായിക്കും. അള്ളാഹുവിന് ഭയങ്കര ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിന് ആൾബലവും ആയുധശക്തിയും കുതന്ത്രവും ഒക്കെ ഉള്ള ആളുകളെ മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. ദുർബലരായിട്ടുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ പറ്റില്ല. മാത്രമല്ല അള്ളാഹു മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനാലയങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് കഴിഞ്ഞ വാക്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കോമഡികൾ. ഇനി അതിൻ്റെ തുടർച്ചയായി വരുന്ന മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ്. 41-ാമത്തെ വാക്യം, ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും സദാചാരം സ്വീകരിക്കാൻ കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവരത്രയേ അവർ. കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനുള്ളതാകുന്നു. അപ്പോൾ ഈ 13 കൊല്ലക്കാലം മക്കയിൽ മുശ്രിക്കുകളുമായി ആശയവിനിമയം നടത്തിയ അള്ളാഹുവിന് കാര്യം ബോധ്യപ്പെട്ടു. ആശയപരമായിട്ടുള്ളൊരു സംവാദം കൊണ്ടോ അല്ലെങ്കിൽ ഉത്ബോധനം കൊണ്ടോ ഒന്നും അള്ളാഹുവിനെ നിസ്കരിച്ചും അള്ളാഹു പറയുന്നത് പോലെ മതമാചരിച്ചും ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് 13 കൊല്ലത്തെ ഉത്ബോധനം കൊണ്ട് അള്ളാഹുവിന് ബോധ്യമായി. ഇവിടെ അള്ളാഹു തന്നെയാണ് ആ 13 കൊല്ലക്കാലം ഉത്ബോധനം നടത്തുന്നതിന് യാതൊരു ഫലവും ഉണ്ടാകരുത് എന്നും അവരൊക്കെ വഴിപഴച്ചവരായിട്ട് താൻ തന്നെയാണ് അവരെ അങ്ങനെ ആക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി അങ്ങനെയൊന്നുമല്ല, മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് അള്ളാഹു അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിന് ഒരു കാര്യം ഇവിടെ ബോധ്യപ്പെടുകയാണ്. ഭൂരിപക്ഷവും അധികാരവും ശക്തിയും ആയുധവും ഒക്കെ നേടിക്കൊണ്ട് അധികാരം പിടിച്ചെടുത്തുകൊണ്ട് അല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മതം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുകയാണ്. ഇവിടെ തന്നെ അള്ളാഹുവിൻ്റെ സർവ്വശക്തിയും പ്രതാപവും ഒക്കെ പോയി. കാരണം അള്ളാഹു എന്ന പഠിച്ചവനാണ് ഒറിജിനൽ പഠിച്ചവനെന്നും ആ പഠിച്ചവനെ ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും ആ മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നതിൽ അള്ളാഹുവിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അള്ളാഹു ഇവിടെ സമ്മതിക്കുകയാണ്. എന്നിട്ട് ആയുധമെടുത്ത് അധികാരം പിടിച്ച് ശക്തി തേടി അള്ളാഹുവിൻ്റെ മതം സ്ഥാപിക്കാൻ അള്ളാഹുവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് ഇതൊക്കെ സാധ്യമാകൂ എന്ന കാര്യത്തിൽ നമുക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടൊക്കെ ഈ ദൈവം വന്ന് ചാടുന്നതോടു കൂടിയാണ് ഇതെല്ലാം കോമഡിയായി മാറുന്നത്. എല്ലാത്തിനും കഴിവുള്ള ഒരു ദൈവം തന്നെ ഉദ്ദേശിച്ചതനുസരിച്ച് തൻ്റെ സൃഷ്ടികളെ ഒരു പ്രത്യേക രീതിയിൽ ആരാധന നടത്തിക്കാനും ഒരു പ്രത്യേക മതമനുസരിച്ച് ജീവിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് സൃഷ്ടി നടത്തിയിട്ട് ആ മനുഷ്യരെ അതിന് കിട്ടാത്ത വിധത്തിൽ അവർ മറ്റു പല ദൈവങ്ങളുടെയും മറ്റു പല മതങ്ങളുടെയും പിന്നാലെ പോയി എന്നും എന്നിട്ട് അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ടെന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു മതത്തിൽ അവരെയൊക്കെ നിലനിർത്തണമെങ്കിൽ അള്ളാഹുവിന് അധികാരവും കായികമായിട്ടുള്ള ശക്തിയും ആയുധപരവും ഒക്കെ വേണം എന്നും പറയുന്നത് അള്ളാഹു മിഥ്യയാണ് എന്നല്ലാതെ മറ്റെന്താണ് തെളിയിക്കുന്നത്? ഇവിടെ മൗദൂദിയൊക്കെ മതരാഷ്ട്രവാദം സ്ഥാപിക്കാൻ ഈ ആയത്തിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മൗദൂദി പറയുന്നത് ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ നിസ്കരിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മതം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണകൂടം പിടിച്ചെടുത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിച്ച് അങ്ങനെ ഒരു ലോകമുണ്ടാക്കിയാൽ മാത്രമേ അള്ളാഹുവിൻ്റെ മതം ലോകത്ത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ എന്ന മൗദൂദിയൻ മതരാഷ്ട്രവാദത്തിന് ഈ ഖുർആൻ വാക്യം തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മതരാഷ്ട്രവാദത്തെ പരിഹസിക്കുന്നവരെയൊക്കെ ഈ ആയത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൗദൂദി വെല്ലുവിളിക്കുന്നുണ്ട്. മൗദൂദിയുടെ തഫ്സീറിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ തൻ്റെ ഉഡായിപ്പുകൾ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് മുഹമ്മദ് തിരിച്ചറിയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റു ഉത്ബോധനം കൊണ്ടും പ്രബോധനം കൊണ്ടും ഒന്നും മുഹമ്മദ് ഉദ്ദേശിച്ചതുപോലെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ മുഹമ്മദ് ഉദ്ദേശിച്ചതുപോലെ മുഹമ്മദിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു ഗോത്രമുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് അനുഭവത്തിലൂടെ ബോധ്യമായപ്പോൾ മുഹമ്മദ് ആശയം മാറ്റുകയാണ്, മുഹമ്മദ് നിലപാട് മാറ്റുകയാണ്. മുഹമ്മദ് നിലപാട് മാറ്റുമ്പോൾ അതിനനുസരിച്ച് സ്വയം നിലപാട് മാറ്റുന്ന മുഹമ്മദിൻ്റെ ഒരു കുട്ടി ദൈവം മാത്രമായിരുന്നു അള്ളാഹു എന്നതിൻ്റെ തെളിവാണിത്. അതല്ലാതെ അള്ളാഹു സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മാതിരി മണ്ടത്തരങ്ങൾ അള്ളാഹുവിന് പറയേണ്ടി വരുമായിരുന്നില്ല. അള്ളാഹുവിന് താൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു മതമുണ്ടാക്കാനും തന്നെ ആരാധിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനും ആയുധം കൊണ്ട് അധികാരം പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അള്ളാഹു ദൈവമാണെങ്കിൽ.
കാരണം ഈ സൃഷ്ടികളായ മനുഷ്യരുടെ മനസ്സ് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിനറിയാലോ. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ ആശയം എത്തിച്ചു കൊടുക്കുക, അവരെ അത് ബോധ്യപ്പെടുത്തുക, അങ്ങനെ മാനസികമായി തന്നെ ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഒരു മതം സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന് നിഷ്പ്രയാസം കഴിയേണ്ടതാണ്. അള്ളാഹു ദൈവമാണെങ്കിൽ, അള്ളാഹു സർവശക്തനാണെങ്കിൽ, അള്ളാഹുവിയും പഠിക്കുന്നത് പോലെ അള്ളാഹു പ്രതാപിയാണെങ്കിൽ. അതിന് കഴിയാത്തത് കൊണ്ടാണല്ലോ അധികാരം ഉപയോഗിച്ചും ആയുധം ഉപയോഗിച്ചും ആളുകളെ മർദ്ദിച്ചൊതുക്കിക്കൊണ്ട് ഒരു മതത്തിൻ്റെ ഉള്ളിൽ തളച്ചിടുന്നത്. അത് മനുഷ്യൻ്റെ കഴിവുകേടാണ്. ആ മനുഷ്യൻ്റെ കഴിവുകേട് എങ്ങനെയാണ് ദൈവത്തിനുണ്ടാവുക? അപ്പോൾ മനുഷ്യൻ്റെ കഴിവുകേടുകളും മനുഷ്യനിലുള്ള എല്ലാ മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും വിവരക്കേടുകളും മനുഷ്യൻ സൃഷ്ടിച്ച ദൈവത്തിൽ ആരോപിച്ചുകൊണ്ട് ദൈവത്തെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നാന്തരം തെളിവാണ്, അതിൻ്റെ ഒന്നാന്തരം ദൃഷ്ടാന്തമാണ് ഖുർആൻ. ഖുർആനിലെ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോൻ മനുഷ്യ സൃഷ്ടിയാണ് ദൈവം എന്നതിൻ്റെ നല്ല എ ക്ലാസ് ദൃഷ്ടാന്തമാണ്. മനുഷ്യൻ്റെ എല്ലാ ദൗർബല്യങ്ങളും മനുഷ്യനിലെ എല്ലാ വിഡ്ഢിത്തങ്ങളും എല്ലാ വൈരുദ്ധ്യങ്ങളും ഈ ദൈവത്തിലും ആരോപിച്ചിരിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ പേരിൽ തന്നെ മണ്ടത്തരങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ഇത് അക്രമം നടത്താനും അക്രമത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാനുമുള്ള ഒരു ന്യായീകരണമായി പറഞ്ഞതാണ്. അതിൻ്റെ ആമുഖമാണ് കഴിഞ്ഞ വാക്യങ്ങളിലും നമ്മൾ വായിച്ചത്. അടുത്ത വാക്യം 42. നിന്നെ ഇവർ നിഷേധിച്ച് തള്ളുന്ന പക്ഷം ഇവർക്ക് മുമ്പ് നൂഹിൻ്റെ ജനതയെയും ആദും സമൂദും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്, ഇബ്രാഹീമിൻ്റെ ജനതയും ലൂത്തിൻ്റെ ജനതയും. ഇത് മക്കയിൽ 900 വട്ടം ആവർത്തിച്ച പഴങ്കഥ ആവർത്തിക്കുകയാണ്. മുഹമ്മദിനോട് പറയുകയാണ്, മുഹമ്മദെ, നിൻ്റെ ആൾക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നീ ബേജാറാവൊന്നും വേണ്ട. ഇത് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു ആൾക്കാർ. ഞാൻ പണ്ടും പ്രവാചകന്മാരായിട്ട് മറ്റേ ലൂത്തിനെ അയച്ചു, മറ്റേ ആളയച്ചു, അവരൊക്കെ അയച്ചപ്പോഴും അവരെല്ലാം ധിക്കരിക്കുകയാണ് ആ ആൾക്കാർ ചെയ്തത്. അതുകൊണ്ട് നിൻ്റെ ആൾക്കാർ നിന്നെ ധിക്കരിച്ചു എന്നുള്ളതിൽ നീ ബേജാറാവൊന്നും വേണ്ട. അതൊക്കെ പണ്ടേ പതിവാണ്, അതൊക്കെ അള്ളാൻ്റെ ഓരോരോ ഏർപ്പാടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് 44 വാക്യത്തിൽ പറയുന്നത്, മദിയൻ നിവാസികളും മൂസയും അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നെ ഞാൻ അവരെ പിടികൂടുകയുമാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ പ്രതിഷേധം എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ അള്ളാഹു ഈ മൂസാൻ്റെ ജനതയെയും ലൂത്തിൻ്റെ ജനതയെയും മറ്റു പ്രവാചകന്മാരുടെ ജനതയെയും ഒക്കെ അവർ ഈ പ്രവാചകന്മാരെ നിഷേധിച്ച കാരണത്താൽ അള്ളാഹു എന്തോ ഭീകരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കി എന്ന പഴങ്കഥ ആവർത്തിക്കുകയാണ്. അള്ളാഹു എങ്ങനെയാണ് ശിക്ഷിച്ചത് എന്നതിൻ്റെ ദൃഷ്ടാന്തം ലോകത്ത് നിങ്ങൾക്ക് കാണാം എന്നൊക്കെയാണ് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത്. എവിടേക്കോ മല ഇടിഞ്ഞു കിടക്കുന്നതും എവിടേക്കോ വെള്ളപ്പൊക്കം ഉണ്ടായതും എവിടേക്കോ ഭൂകമ്പം ഉണ്ടായതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെ ഇതുപോലെ റസൂലുമാരെ നിഷേധിച്ച ജനതയെ അള്ളാഹു നേരിട്ട് ശിക്ഷിച്ചതാണ് എന്ന പഴങ്കഥയാണ് ഇവിടെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. 45. എത്ര നാടുകൾ അവിടത്തുകാർ അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കെ നാം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവയതാ മേൽപ്പുരകളോടെ വീണടിഞ്ഞു കിടക്കുന്നു. ഉപയോഗശൂന്യമായി തീർന്ന എത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്ര കോട്ടകൾ. 46. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷേ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. ഇവിടെ മുഹമ്മദ് കച്ചവടത്തിനും മറ്റും പോകുമ്പോൾ അറേബ്യ മരുഭൂമിയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഇതുപോലെ ഭൂകമ്പം ഉണ്ടായതിൻ്റെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭം ഉണ്ടായതിൻ്റെയും ഒക്കെ അടയാളങ്ങൾ കാണാം. ഈ അടയാളങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് കെട്ടുകഥകൾ ആ നാട്ടിൽ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. മുഹമ്മദ് ആ കെട്ടുകഥകളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇതൊക്കെ റസൂലുമാരെ നിഷേധിച്ചതിന് അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്ന് ഒരു കഥയുണ്ടാക്കി ആ കഥ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഇതൊക്കെ മക്കയിൽ പറഞ്ഞതാണ്. മക്കയിൽ പറഞ്ഞ അതേ സാധനം വീണ്ടും ഇവിടെ പെറുക്കിക്കൂട്ടി ഈ അധ്യായത്തിലും ഉൾപ്പെടുത്തിയതാണ്. എന്നിട്ട് മുഹമ്മദ് ഭീഷണിപ്പെടുത്തുകയാണ്, ഇതുപോലെ നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. പെട്ടെന്നൊന്നും വരൂല, അള്ളാഹു കുറച്ച് കാത്തിരുന്നിട്ടൊക്കെ ശിക്ഷിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പെട്ടെന്ന് ശിക്ഷ വരെ പോന്നോട്ടെ എന്ന് മക്കക്കാരൊക്കെ മുഹമ്മദിനെ കളിയാക്കിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് അള്ളാഹു അങ്ങനെ പെട്ടെന്നൊന്നും ശിക്ഷിക്കൂല, കുറച്ചു നേരം അങ്ങനെ കാത്തുനിന്നിട്ട് പിന്നെ ഒന്നായിട്ട് അങ്ങോട്ട് മലമറിച്ച് ശിക്ഷിക്കും എന്ന കഥയാണ് പറയുന്നത്. അങ്ങനെ ഭൂമിയിൽ കൂടെ ഒക്കെ അങ്ങ് നടന്ന് നോക്കിക്കഴിഞ്ഞാൽ, മുഹമ്മദ് കച്ചവടത്തിന് പോകുന്നിടത്ത് കൂടെ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കാണാം. അതിനെപ്പറ്റി ആളുകൾ
പ്രചരിപ്പിച്ച കെട്ടുകഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തു കൂടെ നടന്നിട്ട് ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളും കഥകളൊക്കെ നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുമായിരുന്നില്ല, നിങ്ങളിങ്ങനെ അവിശ്വാസികളായി മാറുമായിരുന്നില്ല, നിങ്ങൾ ഞാൻ പറയുന്ന കഥകളൊക്കെ വിശ്വസിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നത്, നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിരിക്കുന്നത്, നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ആർക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത്? ആരാണ് വിവരക്കേട് വിളമ്പുന്നത്? ഈ അള്ളാഹുവാണ്. കാരണം അള്ളാഹുവിന് മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും മനുഷ്യൻ്റെ വിശ്വാസവും അറിവുമൊക്കെ നെഞ്ചും കൂടിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്ന മണ്ടത്തരം മാത്രമേ അറിയുമായിരുന്നുള്ളൂ. കാരണം ആ കാലത്ത് മനുഷ്യരൊക്കെ ഈ മണ്ടത്തരമാണ് വിശ്വസിച്ചിരുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയുടെ കേന്ദ്രം തലച്ചോറാണ് എന്ന വിവരം അള്ളാഹുവിന് കിട്ടിയിട്ടില്ല. അള്ളാഹു സ്കൂളിൽ പോയിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ദൃഷ്ടാന്തമൊന്നും കാണണ്ട, ഈ ഖുർആനിൽ കൂടെ സഞ്ചരിച്ചുള്ള കാണുന്ന ദൃഷ്ടാന്തം തന്നെ മതി അള്ളാഹു ഉഡായിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ. അതാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഭൂമിയിൽ കൂടെ നടന്നിട്ട് എവിടെയെങ്കിലും വല്ല ഭൂകമ്പം ഉണ്ടായതിൻ്റെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കിണർ മൂടിപ്പോയതിൻ്റെയോ അല്ലെങ്കിൽ മല ഇടിഞ്ഞ് കിടക്കുന്നതിൻ്റെയോ ഒന്നും ലക്ഷണം നോക്കിയിട്ട് ഈ കഥ വിശ്വസിക്കേണ്ട. ഈ കഥ വിശ്വസിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഈ കഥയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. എന്നിട്ട് നെഞ്ചും കൂടുതലുള്ള ഹൃദയം അവിടെ മാറ്റി വെച്ചിട്ട് തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ തന്നെ അള്ളാഹു ഉഡായിപ്പാണെന്നും ഈ കഥയൊക്കെ മുഹമ്മദൻ കെട്ടുകഥ മാത്രമാണ് എന്നും എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ ഈ ശിക്ഷാഭീഷണി മുഴക്കുന്ന അള്ളാഹുവിന് മക്കക്കാരെ 13 കൊല്ലം മുഹമ്മദിനെ അവർ നിഷേധിച്ചിട്ടും 13 കൊല്ലം കാത്തിരുന്നിട്ടും ഒരു ശിക്ഷയും ഇറക്കിയിട്ട് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദ് അവിടുന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം അത്ഭുതകരമായ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ട് മക്കക്കാരെ അള്ളാഹു ശിക്ഷിക്കുന്നതായി നമ്മളാരും കണ്ടില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ഏർപ്പാടാണ് അള്ളാഹുവിനുള്ളത്. അള്ളാഹുവിൻ്റെ ആരാധനയും അള്ളാഹുവിൻ്റെ മതവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയാണ് പതിവ്. അതുകൊണ്ട് നിങ്ങൾ വാളെടുത്തിട്ട് അക്രമത്തിന് പുറപ്പെട്ടോളിയും, അതുമാത്രമേ നടപ്പിലാവുള്ളൂ എന്ന്. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അള്ളാഹുവിനെ കൊണ്ട് അത്ഭുതം കാണിക്കാനും അള്ളാഹുവിനെ ധിക്കരിച്ചവരെ ഇതുപോലെ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ ശിക്ഷിക്കാനുമൊക്കെ കഴിയുമായിരുന്നെങ്കിൽ അത് പഴങ്കഥകളിൽ മാത്രം കേട്ടാൽ പോരായിരുന്നു. അത് മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ, മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് 13 കൊല്ലക്കാലം മുഹമ്മദിനെ ധിക്കരിച്ച മക്കക്കാർക്കെതിരെ അള്ളാഹു ശിക്ഷിച്ച് കാണിക്കണമായിരുന്നു. അത് അള്ളാഹു മുഹമ്മദും കൂട്ടരും അവിടുന്ന് പോകുന്നതിന് ശേഷവും അള്ളാഹുവിന് അവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു മുഹമ്മദിനെ കൊണ്ട് ആളെ കൂട്ടി വാളും കൊണ്ട് പറഞ്ഞേക്കുകയാണ് ചെയ്തത്. അതിന് അള്ളാഹുവിൻ്റെ ആവശ്യമില്ല. അത് ലോകത്തെല്ലായിടത്തും മനുഷ്യർ കാട്ടിക്കൂട്ടിയിട്ടുള്ളതാണ്. കയ്യൂക്കുകൊണ്ട് പിടിച്ചടക്കുക എന്നുള്ളത് എല്ലാ കാലത്തും മനുഷ്യർ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ദൈവങ്ങൾക്ക് യാതൊരു റോളുമില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹു ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹു ഈ വീമ്പ് പറയുന്ന കഥകളൊക്കെ ശരിയായിരുന്നെങ്കിൽ മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിൻ്റെ പിറ്റേന്ന് മക്കയിൽ ഭൂകമ്പം ഉണ്ടാകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടായി എല്ലാവരും ചാവേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമെന്നാണല്ലോ ഇവിടെ ദൃഷ്ടാന്തം ഇങ്ങനെ വിളമ്പുന്നത്. ഖുർആനിലുടനീളം, മക്കയിലുടനീളം മുഹമ്മദ് 13 കൊല്ലം ഇതായിരുന്നു പറഞ്ഞു പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മക്കക്കാർ ആവശ്യപ്പെട്ടു, ഒന്നും അങ്ങോട്ട് പോരട്ടെ ശിക്ഷ, എന്നിട്ടെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്ന് ബോധ്യമാവുമല്ലോ. അപ്പോൾ ഞൊണ്ടി ന്യായങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന് അങ്ങനെ പെട്ടെന്ന് ശിക്ഷിക്കാനൊന്നും പറ്റൂല. അള്ളാഹുവിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു ദിവസമല്ല, അത് 1000 കൊല്ലാണ്, അത് 50,000 കൊല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞൊണ്ടി ന്യായം പറയുന്ന കോമഡിയാണ് ഇതിനെ തുടർന്നുണ്ടാവുന്നത്. ഇതും ഒരുപാട് തവണ ആവർത്തിച്ചതാണ്. അത് തന്നെയാണ് ഇനിയും ആവർത്തിക്കുന്നത്. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാൻ ഉതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷേ നെഞ്ചിനകത്തുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. അടുത്ത വാക്യം 47. നിന്നോടവർ ശിക്ഷയുടെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തൻ്റെ വാഗ്ദാനം ലംഘിക്കുകയേയില്ല. തീർച്ചയായും നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഒരു ദിവസമെന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാകുന്നു. അപ്പോൾ അള്ളാഹുവിന് ശിക്ഷ അങ്ങോട്ട് പോന്നോട്ടെ എന്ന് മക്കക്കാർ പറഞ്ഞപ്പോൾ അതിനുള്ള അള്ളാഹുവിൻ്റെ ഞൊണ്ടിന്യായം നോക്കൂ. അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1000 കൊല്ലത്തിൻ്റെ അത്ര നീളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് പെട്ടെന്ന് ശിക്ഷയൊന്നും നടപ്പിലാക്കാൻ കഴിയൂല. അള്ളാഹു കുറേ കാത്തിരുന്നിട്ട് പിന്നെ ശിക്ഷിക്കുള്ളൂ. അള്ളാഹു വാഗ്ദാനം ലംഘിക്കൊന്നുമില്ല, അള്ളാഹു ശിക്ഷയൊക്കെ തരും എന്ന് പറയാണ്. എന്നിട്ട് അള്ളാഹു ശിക്ഷിച്ചോ? അപ്പോൾ 1000 കൊല്ലമാണ്
ഒരു ദിവസം അള്ളാൻ്റെ എന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ. 1000 കൊല്ലവും കഴിഞ്ഞു പോയി. മുഹമ്മദിൻ്റെ കാലം കഴിഞ്ഞിട്ട് 1400 കൊല്ലം കഴിഞ്ഞു പോയി. അള്ളാഹുവിൻ്റെ 1.5 ദിവസം കഴിഞ്ഞു പോയി. എന്നിട്ടും അള്ളാഹിൻ്റെ ശിക്ഷ എവിടെയും വന്നതായിട്ട് കാണുന്നില്ല. ശിക്ഷ നടപ്പിലാക്കിയത് മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ കൂടിയ കൊള്ളക്കാരുമാണ്. അള്ളാഹു ശിക്ഷിച്ച ഒരു തെളിവും ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പഴങ്കഥയിൽ മാത്രമേ അള്ളാഹുവിൻ്റെ ശിക്ഷ കഥ വരുന്നുള്ളൂ. പഴങ്കഥയിലുണ്ടാവും. കാരണം മനുഷ്യർ പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ പണ്ട് കാലത്ത് ദൈവങ്ങളുടെ ശിക്ഷയായിട്ടാണ് കരുതിയിരുന്നത്. ആ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് പലയിടത്തും മനുഷ്യർ കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. മുഹമ്മദും അത്തരത്തിലുള്ള കെട്ടുകഥകൾ കേട്ടാണ് വളർന്നത്. ആ കെട്ടുകഥ എടുത്ത് വിളമ്പുകയാണ് മുഹമ്മദ് ഇവിടെ ചെയ്തത്. പക്ഷേ മുഹമ്മദിൻ്റെ അള്ളാഹുവിന് ആ കെട്ടുകഥയിൽ പറയുന്നത് പോലെയുള്ള ഒരു ശിക്ഷയും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. മക്കക്കാർ മുഹമ്മദിനെ വെല്ലുവിളിച്ചു, ശിക്ഷ ഇറക്കി കാണിക്ക്. ആ വെല്ലുവിളിക്കുള്ള മറുപടിയാണ് അള്ളാഹുവിനെ കൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ശിക്ഷ നടപ്പിലാക്കാൻ കഴിയൂല. കാരണം അള്ളാഹിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 കൊല്ലാണ്, അത്രയും നീളമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് പെട്ടെന്നൊന്നും അങ്ങനെ നടപ്പിലാക്കാൻ പറ്റൂല എന്ന്. എന്താ ഇതിനെക്കുറിച്ചൊക്കെ പറയാം. ഒരു പടച്ചോൻ്റെ പേരിൽ എന്തുമാത്രം വിഡ്ഢിത്തങ്ങളും വഷളത്തരങ്ങളുമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു ദിവസം നമ്മളുടെ 1000 കൊല്ലത്തിന് തുല്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതേ കാര്യം 32-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു ദിവസം നമ്മളുടെ 1000 കൊല്ലമാണ് എന്ന്. ഇത് ശിക്ഷ ഇറക്കാൻ വേണ്ടി ധൃതി കൂട്ടിയപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഞൊണ്ടി ന്യായമാണ് ഇവിടെ. മറ്റിടത്തും അതുപോലെ വേറൊരു ഞൊണ്ടി ന്യായം പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ ഒരു ദിവസം നിങ്ങൾ 1000 കൊല്ലം എന്ന് പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞത് ഓർമ്മയില്ലാതെ മറ്റൊരു അധ്യായത്തിൽ 70-ാമത്തെ അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ 50,000 കൊല്ലത്തിന് തുല്യമാണ് അള്ളാഹിൻ്റെ ഒരു ദിവസവും. അപ്പോൾ അള്ളാഹുവിന് 1000 കൊല്ലത്തെ കണക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നില്ല മറ്റൊരു സന്ദർഭത്തിൽ 50,000 കൊല്ലത്തിൻ്റെ കണക്ക് പറയുമ്പോൾ. കാരണം 23 കൊല്ലക്കാലം ഒരാളിങ്ങനെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും പൊട്ടക്കഥകളും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കഥ മറന്നുപോകും. മറന്നുപോയിട്ട് വേറൊരു കഥ പറയും. അങ്ങനെയാണ് വൈരുദ്ധ്യം വരുന്നത്. അതല്ലാതെ സർവ്വജ്ഞാനിയായ പഠിച്ചവനാണെങ്കിൽ അള്ളാഹിൻ്റെ ഒരു ദിവസം 1000 കൊല്ലാണെന്ന് 2 സ്ഥലത്തും, അതല്ല അള്ളാഹിൻ്റെ ഒരു ദിവസം 50,000 കൊല്ലാണെന്ന് വേറൊരു സ്ഥലത്തും പറയുമോ? അതൊക്കെ മനുഷ്യർക്ക് സംഭവിക്കുന്ന ഓരോരോ മണ്ടത്തരങ്ങളാണ്, മനുഷ്യർക്ക് സംഭവിക്കുന്ന ഓർമ്മത്തെറ്റുകളാണ്. അതൊക്കെ അള്ളാഹുവിനും പറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു മനുഷ്യൻ്റെ ഉടായിപ്പ് മാത്രമാണ് എന്ന് തന്നെയാണ്. 48 എത്രയോ നാടുകൾക്ക് അവിടത്തുകാർ അക്രമികളായിരിക്കെ തന്നെ ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നീട് ഞാൻ അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്തേക്കാവുന്നു മടക്കം. അപ്പോൾ എന്തുകൊണ്ടാണ് ശിക്ഷ വരാത്തത് എന്ന് മക്കാർ കളിയാക്കിയപ്പോൾ അതിന് അള്ളാഹു ഞൊണ്ടി ന്യായം പറയുകയാണ്. ഇതുപോലെ പണ്ട് ആൾക്കാർ കളിയാക്കിയിരുന്നു എന്നും അവരെ ഞാൻ കുറേ കാലം കാത്തിരുന്നിട്ട് അവരെ പിന്നെ അവസാനം പിടിച്ചിട്ട് അങ്ങോട്ട് ശിക്ഷിച്ചു എന്നും പഴങ്കഥ പറയുകയാണ്. എത്രയോ നാടുകൾക്ക് അവിടത്തുകാർ അക്രമികളായിരിക്കെ തന്നെ ഞാൻ സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്രമം ചെയ്യുന്നവർക്ക് സമയം നീട്ടിക്കൊടുക്കലൊക്കെ നമ്മളെ പതിവാണ്. എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് ശിക്ഷിക്കും എന്നാണ്. എത്ര കാലം കഴിഞ്ഞാലും അള്ളാഹിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് മുഹമ്മദിൻ്റെ മക്ക കാലഘട്ടം തുടങ്ങി ഇന്നത്തെ മുസ്ലിം ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ വരെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അള്ളാഹുവിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനിങ്ങനെ പഴങ്കഥയുടെ വീമ്പ് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ മാത്രമേ അള്ളാഹിനെ കൊണ്ട് കഴിയുള്ളൂ എന്ന് ഈ ഖുർആനും ചരിത്രവും തെളിയിക്കുന്നുണ്ട്. 49 പറയുക, മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. അതാ ഇതുവരെ പറഞ്ഞതെല്ലാം തകിടം പറഞ്ഞു. ഇത് മക്കയിൽ പണ്ട് പറഞ്ഞ സാധനമാണ്. അത് പിന്നെയും കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയിൽ തിരികിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ എന്താണ്? താക്കീതുകാരൻ മാത്രമാണ് എന്നാണ് ഇവിടെ ആവർത്തിക്കുന്നത്. താക്കീതുകാരൻ മാത്രമല്ല, നിങ്ങൾ വാളെടുത്തോളി, അധികാരം ഉണ്ടെങ്കിലേ, ശക്തി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ മതം നടപ്പിലാക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്നിട്ട് വാളെടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം തന്നിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ പേരിൽ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് പഴയ സാധനം പിന്നെയും കൊണ്ടുവന്ന് തിരികിയിരിക്കുകയാണ്. ഞാൻ താക്കീതുകാരൻ മാത്രമാണെന്ന്. താക്കീതുകാരൻ്റെ കയ്യിൽ വാളുണ്ടാവുമോ? താക്കീതുകാരൻ കൊള്ളക്ക് പോവുമോ? താക്കീതുകാരൻ യുദ്ധത്തിന് പോവുമോ? താക്കീതുകാരൻ ആക്രമിക്കാൻ പോവുമോ? താക്കീതുകാരൻ എന്തിനാ നാട് വിട്ട് ഓടിപ്പോകുന്നത്? താക്കീതും പറഞ്ഞ് അവിടെ കുത്തിരുന്നാൽ പോരെ. അപ്പോൾ വെറും താക്കീതുകാരനൊന്നുമല്ല, അക്രമിയായിരുന്നു എന്ന് തെളിയിച്ചതിന് ശേഷം പിന്നെയും പറയുകയാണ് ഞാൻ താക്കീതുകാരൻ മാത്രമാകുന്നു. ഇത് മക്കയിൽ മുമ്പ് പറഞ്ഞ വാക്യമാണ്. ആ വാക്യം അനാവശ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തിരികെ ചേർത്ത് ആവർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരു അധ്യായത്തിൽ തൊട്ടടുത്ത വാക്യങ്ങൾ തമ്മിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ കൂടിക്കലരുന്നു. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ദൃഷ്ടാന്തങ്ങൾ നോക്കിയിട്ടൊന്നും വേണ്ട. ഇത് പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കാൻ ഇതിനകത്ത് ഈ
കിലുക്കി കുത്തി എഴുതി വെച്ചിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ മാത്രം മതി. ഇത് പടച്ചോൻ എഴുതിയതല്ല, ഇത് വിവരവും വിവേകവും ഇല്ലാത്ത മനുഷ്യരെഴുതി കൂട്ടിയ മണ്ടത്തരങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ. ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു ദിവസം മനുഷ്യന്മാരുടെ 1000 കൊല്ലത്തിന് തുല്യമാണ് എന്നും അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പെട്ടെന്ന് ശിക്ഷയൊന്നും ഇറക്കാൻ കഴിയില്ല എന്നും പറയുന്ന ഈ മണ്ടത്തരത്തെ ഇമാം റാസി തന്നെ പരിഹസിക്കുന്നതായി കാണാം. ഞാൻ ആ പരിഹാസവാക്യങ്ങൾ വായിക്കാം. പരലോകത്തെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചും അതിൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു നൽകിയ ഈ സാവകാശം പക്ഷേ അവരെ ചതിയിൽ അകപ്പെടുത്തുകയായിരുന്നു. അവരുടെ ശിക്ഷയാകട്ടെ അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതുമായിരുന്നു. നേരത്തെ വിവരിച്ചതാണിത്. ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഒരു ദിവസം നിങ്ങൾ വിചാരിക്കും പോലെയല്ല അതിന് 1000 കൊല്ലത്തെ നീളമുണ്ട്, അതുകൊണ്ട് അള്ളാഹു പെട്ടെന്നൊന്നും ശിക്ഷിക്കൂല എന്ന് പറഞ്ഞത്. അത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കിയ റാസി അതിനെ പരിഹസിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണിത്. പരലോകത്തെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചും അതിൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. പച്ച കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഇഹലോകത്ത് ശിക്ഷ വൈകുന്നതിൻ്റെ കാരണമാണ് ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ് എന്ന് റാസിക്ക് തിരിഞ്ഞു. അപ്പോൾ റാസി ആ മണ്ടത്തരം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അത് മണ്ടത്തരമാണ് എന്ന് ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ ആണ് ഇവിടെ അള്ളാഹു പറയാത്തതും നബി വിശദീകരിക്കാത്തതും അള്ളാഹു ചിന്തിക്കാത്തതുമായ ഒരു കാര്യം നുണയായിട്ട് അവതരിപ്പിക്കുന്നത്. പരലോകത്തെ ശിക്ഷയെക്കുറിച്ചും പരലോകത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചും അവിടുത്തെ ഒരു ദിവസത്തിൻ്റെ നീളത്തെക്കുറിച്ചുമാണ് ഇവിടെ ഈ പറഞ്ഞത് എന്ന്. പരലോകത്തിൻ്റെ നീളത്തെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ഇഹലോകത്ത് എന്തുകൊണ്ട് മക്കൾക്കാർക്ക് ശിക്ഷ കിട്ടുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ അള്ളാഹു അങ്ങനെ പെട്ടെന്നൊന്നും ശിക്ഷിക്കൂല, നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിൻ്റെ ഒരു ദിവസം നിങ്ങൾ പറയും പോലെയല്ല, അള്ളാഹുവിൻ്റെ ഒരു ദിവസം നിങ്ങൾ 1000 കൊല്ലത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ദിവസം ഇപ്പോഴും നമ്മൾ 1000 കൊല്ലത്തിന് തുല്യമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ പരലോകത്ത് എത്തിയതിന് ശേഷം അള്ളാഹുവിൻ്റെ ദിവസം അങ്ങോട്ട് വലുതാവുകയല്ല ചെയ്യുന്നത്. അതിവിടെ റാസി മണ്ടത്തരത്തെ ഒന്നുകിൽ ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ വെളുപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ച പരിഹാസമാണ്. അള്ളാഹു നൽകിയ ഈ സാവകാശം പക്ഷേ അവരെ ചതിയിൽ അകപ്പെടുത്തുകയായിരുന്നു. അവരുടെ ശിക്ഷയാകട്ടെ അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതുമായിരുന്നു. അള്ളാഹു ഇപ്പോഴൊന്നും ശിക്ഷിക്കൂല എന്ന് പറഞ്ഞത് മക്കക്കാരെ ചതിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാഹു അപ്പം തന്നെ അവരെ ശിക്ഷിച്ചു എന്നാണ് റാസി ഇവിടെ പറയുന്നത്. അള്ളാഹു അല്ല ശിക്ഷിച്ചത്, മുഹമ്മദും കൂട്ടരുമാണ് ശിക്ഷിച്ചത് എന്നും അള്ളാഹുവിനെ കൊണ്ട് ശിക്ഷിക്കാൻ കഴിയില്ല എന്നും ഒക്കെ ബോധ്യമുള്ളത് കൊണ്ട് ഇതിനെല്ലാം ഈ വൈരുദ്ധ്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പരിഹസിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ് ഈ വാക്യങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അടുത്തൊന്നും വരൂല എന്നാണ് അള്ളാഹു പറഞ്ഞത്. പക്ഷേ മുഹമ്മദ് അപ്പം തന്നെ അവരെ ശിക്ഷിച്ചു അധികം താമസിയാതെ. ആ മുഹമ്മദിൻ്റെ ശിക്ഷയാണ് പിന്നീട് അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് ഈ വ്യാഖ്യാതാക്കളെല്ലാം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. 50 എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കുന്നതാണ്. 51 തോൽപ്പിച്ചു കളയാമെന്ന ഭാവത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരാരോ അവരത്രേ നരകാവകാശികൾ. അപ്പോൾ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള വാദങ്ങൾ ആരിൽ നിന്നൊക്കെയോ മുഹമ്മദ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുഹമ്മദ് അവരുടെ മുമ്പിൽ തോറ്റുപോയിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. കാരണം മക്കയിൽ മുഹമ്മദ് ഉന്നയിച്ച എല്ലാ അവകാശവാദങ്ങളെയും യുക്തിയുക്തമായ ചോദ്യങ്ങളിലൂടെ തോൽപ്പിച്ചിട്ടുണ്ട് മക്കക്കാർ. അതുകൂടാതെ മദീനയിൽ വന്നപ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ യുക്തിസഹമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുഹമ്മദിനെ ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ആ തോൽവി മനസ്സിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് പറയുന്ന ഒരു മുട്ടുന്യായമാണിത്. തോൽപ്പിച്ച് കളയാമെന്ന ഭാവത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരാരോ അവരത്രയും നരകാവകാശികൾ. അപ്പം ഉത്തരം മുട്ടിച്ചവർക്കൊക്കെ ഇവിടുന്ന് ഒന്നും ശിക്ഷയൊന്നും കിട്ടൂല, പക്ഷേ അവർക്ക് നരകം കിട്ടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാം. ഇത് തന്നെയാണ് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഒക്കെ തർക്കിച്ചപ്പോൾ അവസാനം മുഹമ്മദ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ നരകമാണ് എന്ന്. മക്കക്കാരോടും അത് തന്നെയാണ് പറഞ്ഞത്. നരകം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് പിന്നെ ചെയ്തത്. കാരണം ഇവിടെ പറഞ്ഞതെല്ലാം അവരുടെ മുമ്പിൽ പൊളിഞ്ഞുപോയി. അതെല്ലാം യുക്തിപരമായ ചോദ്യങ്ങൾ കൊണ്ട് അവർ ഉത്തരം മുട്ടിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തോൽപ്പിച്ചവർക്ക് അള്ളാഹു അവിടെ നരകം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് സ്വയം ആശ്വാസം കൊള്ളുകയാണ് ഇവിടെ മുഹമ്മദ്. ഇതും ഒരു പൊതു പ്രസ്താവനയാണെങ്കിൽ ഇവിടെ നമ്മളാരും അള്ളാഹുവിനെ തോൽപ്പിക്കാനോ മുഹമ്മദിനെ തോൽപ്പിക്കാനോ അല്ല
ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. മറിച്ച് ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയ മണ്ടത്തരങ്ങളാണ് എന്നും ഈ അള്ളാഹു ഉൾപ്പെടെയുള്ള ദൈവങ്ങളൊക്കെ മനുഷ്യൻ്റെ ഭാവനയിൽ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങൾ മാത്രമാണ് എന്നും ഈ കഥാപാത്രങ്ങളുടെ ഗുണവിശേഷങ്ങളായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സാമാന്യ യുക്തിക്ക് നിരക്കാത്തതും പരസ്പര വിരുദ്ധവുമായ മണ്ടത്തരങ്ങളാണ് എന്നും കാര്യകാരണ സഹിതം. അതിന് നമ്മൾ ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളൊന്നും അന്വേഷിക്കേണ്ട, ഈ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ കണ്ണോടിച്ചാൽ തന്നെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ, അത് തലച്ചോറുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. അതല്ലാതെ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. തോൽക്കുന്നത് ഇവിടെ മണ്ടത്തരങ്ങളാണ്, അന്ധവിശ്വാസങ്ങളാണ്. മണ്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും തോൽക്കുമ്പോൾ മനുഷ്യനും മനുഷ്യൻ്റെ യുക്തിയും മനുഷ്യൻ്റെ അറിവും മനുഷ്യൻ്റെ സംസ്കാരവും ഒക്കെ വിജയിക്കും. അങ്ങനെ വിജയിക്കണം എന്നതുകൊണ്ടാണ്, മനുഷ്യൻ വിജയിക്കണം എന്നതുകൊണ്ടാണ് മനുഷ്യത്വ വിരുദ്ധമായ യുക്തിവിരുദ്ധമായ ഇത്തരം മണ്ടത്തരങ്ങളെ നമ്മൾ കാര്യകാരണ സഹിതം വിമർശിക്കുന്നത്, പരിഹസിക്കുന്നത്. ചിന്തിക്കുന്ന ആളുകൾക്ക് നെഞ്ചുംകൂടിൻ്റെ ഉള്ളിലുള്ള ഹൃദയം കൊണ്ടല്ല, തലയോടിൻ്റെ ഉള്ളിലുള്ള തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊക്കെ മതി ദൃഷ്ടാന്തങ്ങളായിട്ട്. അത്രയാണ് നമ്മൾ പറയുന്നത്, അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളാരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നരകത്തിലിടാൻ വേണ്ടിയിട്ടോ അല്ല, മറിച്ച് ഇവിടെ നരകം തീർക്കുന്ന ഈ അന്ധവിശ്വാസ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇവിടെ സ്വർഗം പണിയാനും ഇവിടെ മനുഷ്യർക്ക് സന്തോഷമായും സമാധാനമായും സ്നേഹത്തോടെ സഹകരിച്ച് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. ഇന്ന് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. അത്രയാണ് അള്ളാഹുവിൻ്റെ ഈ മണ്ടത്തരത്തിന് മറുപടിയായിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത വാക്യം മുതൽ വിഷയം മറ്റൊന്നിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം.